ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജു. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ സാമൂഹ്യശാസ്ത്രം 8ാം ക്ലാസ്സിലെ 6ാം അധ്യായമായ ഭൂപടങ്ങൾ വായിക്കാമെന്ന പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. നാം എല്ലാവരും യാത്രകൾ ധാരാളം ഇഷ്ടപ്പെടുന്നവരല്ലേ? അതെ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. യാത്രകൾ എപ്പോഴും നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കാറുമുണ്ട്, അല്ലേ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തണമെന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? അതെന്താ? അങ്ങനെ ഒരാവശ്യം ഇപ്പോൾ ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ നമ്മുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ സഹായകരമാണ്. അതിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം, അല്ലേ? അതെ. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് വഴി തെറ്റിയാൽ നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലാണ് ചോദിക്കുക, ചേട്ടാ ഇങ്ങോട്ടുള്ള വഴി എന്താണ്, എങ്ങനെയാണ് അങ്ങോട്ട് പോവുക എന്നൊക്കെ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഫോണും അതിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും കൂടി നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ കൃത്യസ്ഥലത്ത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ആ സ്ഥലത്ത് എത്താൻ സാധിക്കും. എത്ര എളുപ്പമാണല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അറിയാത്ത സ്ഥലത്ത് പെട്ടുപോയുള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കരമാകും. അതെ. അപ്പോൾ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്, മാപ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പകരമായ ഒരു സംഭവമാണ്. ഗൂഗിൾ മാപ്പ് എന്നിവയെല്ലാം ഇപ്പോൾ പുതുതലമുറയ്ക്ക് വന്ന പുതിയ മാറ്റങ്ങൾ വന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് ഭൂപടം എന്ന് നോക്കാം. ഭൂപ്രതലത്തിൻ്റെ ലളിതമായ ഒരു രൂപരേഖയാണ് ഭൂപടം. അതായത് നമ്മുടെ ഇപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ, കേരളം എന്ന് പറയുന്നത് 14 ജില്ലകൾ അടങ്ങിയ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് അത് വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ. അതിനെ ഒരു ചിത്രരൂപേണ ചുരുക്കി ഒരു രൂപരേഖയാക്കി മാറ്റുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും കേരള ഭൂപടം. അങ്ങനെ ഭൂപ്രതലത്തിൻ്റെ ലളിതമായ ഒരു രൂപരേഖയാണ് ഭൂപടം. ത്രിമാനത്തിലുള്ള, അതായത് 3D രൂപത്തിലുള്ള ഭൂപ്രതലത്തിൻ്റെ ദ്വിമാന ചിത്രീകരണമാണ് പ്രധാനമായും ഭൂപടം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? 3D രൂപത്തിലുള്ള ഭൂപ്രതലത്തിൻ്റെ, അതായത് ഭൂപ്രതലത്തിൻ്റെ തന്നെ അതൊരു 3D രൂപത്തിലാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ദ്വിമാന ചിത്രീകരണത്തെയാണ് പ്രധാനമായും ഭൂപടം എന്ന് വിളിക്കുന്നത്. പണ്ട് ആദ്യമായി ഭൂപടം വരച്ചത് അനാക്സിമാൻഡർ എന്ന ആളാണ്. അതെ, അനാക്സിമാൻഡറാണ് ആദ്യമായി ഭൂപടം വരച്ചത് എന്ന് കണക്കാക്കുന്നു. നമ്മുടെ ആധുനിക ഭൂപടത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. മെർക്കാറ്റർ. ഇവയുടെ എല്ലാം പേരുകൾ ഓർത്തു വയ്ക്കുക. അനാക്സിമാൻഡറാണ് ആദ്യമായി ഭൂപടം വരച്ചത്. എന്നാൽ ആധുനിക ഭൂപടത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഇങ്ങനെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ പ്രത്യേകം ഒരു പേര് വിളിക്കുന്നുണ്ട്. അവയെ കാർട്ടോഗ്രഫി എന്ന് പറയുന്നു. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി എന്ന് പറയുന്നു. ഇവ തയ്യാറാക്കുന്ന ആളുകളെ കാർട്ടോഗ്രാഫർ എന്നും പറയുന്നു. അപ്പോൾ ഭൂപടങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. എന്താണ് ഭൂപടമെന്നും ആദ്യമായി ആരാണ് വരച്ചതെന്നും ആധുനിക ഭൂപടത്തിൻ്റെ പിതാവ് ആരാണെന്നും ഇത്തരം ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ എന്തു പറയുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇതിൽ പറയുന്നതിലുപരി നമുക്ക് ഭൂപടങ്ങൾ എന്ന് ചിന്തിച്ച പല ഉപയോഗങ്ങളും നമ്മുടെ മനസ്സിൽ എത്തുന്നുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന്, ഭൗമോപരിതലത്തിൻ്റെ സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് ഭൂപടങ്ങൾ സഹായിക്കുന്നു. വലുപ്പം, ആകൃതി, ദിശ, ദൂരം എന്നിവ കണക്കാക്കുന്നതിനും ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കൃത്യമായ ഉയരം, ചരിവ് എന്നിവ ചിത്രീകരിക്കുന്നതിന് ഭൂപടങ്ങൾ വളരെ സഹായകരമാണ്. പ്രകൃത്യാ-ഉള്ളതും മനുഷ്യനിർമ്മിതമായ വസ്തുക്കളും ചിത്രീകരിക്കുന്നതിന്, അതായത് നമ്മുടെ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായതും പ്രകൃത്യാ-ഉള്ളതും, അതായത് പ്രകൃതിയിൽ തന്നെ ഉള്ളതുമായ പല സാധനങ്ങളുമുണ്ട്. ആ വസ്തുക്കളുടെ ചിത്രീകരണത്തെ സഹായിക്കാൻ ഭൂപടങ്ങൾക്ക് സാധിക്കുന്നു. പിന്നെ വിഭവ വിതരണം ചിത്രീകരിക്കുന്നതിന്, ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ്, അവിടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നതിന് ഒരു ഭൂപടം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ആകാശത്ത് ഏതൊക്കെ നക്ഷത്രങ്ങൾ ഏതൊക്കെ സ്ഥാനത്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവ കൂടാതെ നമുക്ക് പല ഉപയോഗങ്ങളും ഭൂപടത്തിൻ്റെ അറിവുള്ളതാണ്. അവ ഏതൊക്കെയാണെന്ന് ഓർത്തു നോക്കൂ. ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? അതെ, ഒരു തലക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ദിശ കാണാൻ സാധിക്കുന്നുണ്ട്, സൂചിക കാണാൻ സാധിക്കുന്നുണ്ട്. ദിശ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു ഭൂപടത്തിൽ പ്രധാനമായും തലക്കെട്ട്, അതിൻ്റെ തോത്, ദിശ, അക്ഷാംശരേഖകളും രേഖാംശരേഖകളും, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കണം. നമ്മുടെ ഈ ഭൂപടം ശ്രദ്ധിക്കൂ. തലക്കെട്ടുണ്ട്, ദിശയുണ്ട്, തോതും സൂചികയും രേഖാംശരേഖകളും നിറങ്ങളും ചിഹ്നങ്ങളും എല്ലാം അടങ്ങിയ ഒരു ഭൂപടത്തിൻ്റെ മാതൃകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഓരോ ആവശ്യത്തിനും ഓരോ തരത്തിലുള്ള ഭൂപടങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പഠനാവശ്യത്തിന് ഉപയോഗിക്കുന്നവയായിരിക്കില്ല നമ്മൾ രാഷ്ട്രീയ ഭൂപടമായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയായിരിക്കില്ല ഒരിക്കലും മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ ആവശ്യത്തിനും പ്രത്യേക ആവശ്യത്തിനും വേണ്ട ഭൂപടങ്ങൾ പ്രത്യേകമായി തരംതിരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വ്യത്യസ്ത തരം ഭൂപടങ്ങൾ: രാഷ്ട്രീയ ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. ഇവയാണ് വ്യത്യസ്ത തരം ഭൂപടങ്ങൾ. ഇവയെന്താണ് നമുക്ക് നോക്കാം. ഇതാണ് രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മാതൃക. എല്ലാവരും കണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം. രാഷ്ട്രങ്ങളുടെയോ അവയിലെ ഭരണ പ്രവിശ്യകളുടെയോ അതിർത്തി സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടം. രാഷ്ട്രങ്ങളുടെയോ അവയിലെ ഭരണ പ്രവിശ്യകളുടെയോ അതിർത്തി സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളാണ് രാഷ്ട്രീയ ഭൂപടങ്ങൾ. ഇവ പ്രധാനമായും ഭരണ അതിർത്തി മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ ഓരോ ബോർഡറുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് രാഷ്ട്രീയ ഭൂപടം നമ്മെ
സഹായിക്കുന്നു. അടുത്തത് സൈനിക ഭൂപടം. രാജ്യങ്ങളുടെ തന്ത്രപരമായ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിന് സൈനിക ഭൂപടം നമ്മെ സഹായിക്കുന്നു. ഇതിൽ ആ പ്രദേശത്തെക്കുറിച്ചുള്ള മുഴുവനായ വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ജനവാസയോഗ്യമായ സ്ഥലങ്ങൾ ഏതൊക്കെ, എത്ര പോപ്പുലേഷൻ ഉണ്ട്, ജനസംഖ്യ എത്രയാണ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഇത്തരം സൈനിക ഭൂപടങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് ചരിത്ര ഭൂപടം. ഒരു സ്ഥലത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് ചരിത്ര ഭൂപടങ്ങൾ സഹായിക്കുന്നു. ജ്യോതിശാസ്ത്ര ഭൂപടം. നമ്മുടെ ആകാശഗോളങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ വളരെ സഹായകരമാണ്. അടുത്തത് ഭൂവിനിയോഗ ഭൂപടം. ഏതൊക്കെ ഭൂമി എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന്, അതായത് ഭൂവിനിയോഗം എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് നാം ഭൂവിനിയോഗ ഭൂപടം ഉപയോഗിക്കുന്നു. ഓരോ ഭൂപടത്തിൻ്റെ മാതൃകയും അതിൻ്റെ സവിശേഷതയുമാണ് ഓരോ സ്ലൈഡിലായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്തതായി ദിനാവസ്ഥ ഭൂപടം. ഭൂപടം ശ്രദ്ധിച്ചുവല്ലോ. നമ്മുടെ ഓരോ ദിനത്തിലും പല വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ദിനാവസ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ദിനാവസ്ഥാ ഭൂപടം ഉപയോഗിക്കുന്നത്. അപ്പോൾ നാം വ്യത്യസ്ത തരം ഭൂപടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഏതൊക്കെയാണവ? അതെ, രാഷ്ട്രീയ ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇവ നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഭൂപടങ്ങളാണ്. ഇതുപോലെ മറ്റു പ്രധാന ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. ഈ ഭൂപടങ്ങൾക്ക് പുറമെ നിങ്ങൾക്ക് പരിചിതമായ മറ്റു പ്രധാന ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഈ ചിത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ ഗ്രാഫിൽ കേരളത്തിൻ്റെ മണ്ണിനങ്ങൾ കുറിച്ചുള്ള ഭൂപടമാണ് നൽകിയിരിക്കുന്നത്. ഭൂപടം എയിൽ കേരളത്തിലെ മണ്ണിനങ്ങൾ എന്നൊരു ഒറ്റൊരു സൂചിക മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഭൂപടം ബിയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവ രണ്ടും കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരേ ഗ്രാഫിൽ രണ്ടും ഒരുമിച്ച് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഏതാണ് മണ്ണിനങ്ങൾ, ഏതാണ് ഭൂപ്രകൃതി എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ ആ ഭൂപടം ഏറെ ആശയക്കുഴപ്പങ്ങൾക്കും അവ്യക്തതകൾക്കും കാരണമാകുന്നുണ്ട്. അതിനാൽ വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളായി ചിത്രീകരിക്കുന്നു. ഇത്തരം ഭൂപടങ്ങളെയാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ ആശയവും ഓരോ ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നതിനെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഈ ഗ്രാഫും അതിനെക്കുറിച്ചും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. ഇത്
അടുത്ത നിങ്ങൾക്ക് നൽകുന്നൊരു വർക്കാണ് വ്യത്യസ്തങ്ങളായ വിവരങ്ങൾ വിവിധ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ ഭൂപടങ്ങളെ പ്രധാനമായും 2 തരത്തിൽ വർഗീകരിക്കുന്നുണ്ട്. ഒന്ന്, ഭൂപട വർഗീകരണം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മറ്റൊന്ന്, ഭൂപട വർഗീകരണം തോതിൻ്റെ അടിസ്ഥാനത്തിൽ. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും തോതിൻ്റെ അടിസ്ഥാനത്തിലും ഭൂപടങ്ങളെ 2ആയി തരംതിരിക്കുന്നു. അതിൽ തന്നെ ഭൂപട വർഗീകരണം ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലായി വീണ്ടും 2ആയി തിരിക്കുന്നുണ്ട്. ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഭൂപടങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കുന്നു. ഒന്ന് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒന്ന് തോതിൻ്റെ അടിസ്ഥാനത്തിലും. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നാം ഭൂപടങ്ങളെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഭൗതിക ഭൂപടങ്ങളെന്നും 2 സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഇനി ഭൗതിക ഭൂപടങ്ങൾ എന്താണെന്ന് നോക്കാം. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നു. അതായത് ഭൗതികം എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. അതിൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയാണ് നാം പ്രധാനമായും അടയാളപ്പെടുത്തുന്നത്. അടുത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. നാം മുന്നേ ഗ്രാഫുകളെക്കുറിച്ചും മാപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഭൂപടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞു പ്രകൃതിദത്തമായവയും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനെ ഭൗതിക ഭൂപടങ്ങളെന്നും മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനെ സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഭൂപടങ്ങളെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. പ്രധാനമായും 2 ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട്, ഉദാഹരണങ്ങൾ വെച്ച് അതിൻ്റെ ഓരോ ഭൂപടങ്ങളുടെയും, അതായത് സാംസ്കാരിക ഭൂപടങ്ങളുടെയും ഭൗതിക ഭൂപടങ്ങളുടെയും ഉദാഹരണങ്ങൾ വെച്ച് ഒരു ഫ്ലോ ചാർട്ട് രൂപേണ തയ്യാറാക്കി അയയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് ഭൂപടമെന്നും അതിൻ്റെ പിതാവ്, ആദ്യമായി വരച്ചത്, ഭൂപടങ്ങളുടെ ശാസ്ത്രശാഖയെ എന്തു വിളിക്കുന്നു എന്നിങ്ങനെ തുടങ്ങി വിവിധ തരം ഭൂപടങ്ങൾ ഏതൊക്കെ, പിന്നെ ഭൂപടങ്ങളെ തരംതിരിക്കുകയും ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇവയെല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.